അച്ഛൻ പോയത് പുകവലി കാരണമാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. കാരണം അച്ഛനൊരു മദ്യപിച്ച, ഞാൻ ഇതിൻ്റെ അത് എഴുതിയിട്ടുണ്ട്, മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും അത് കമ്പനിയിലൊക്കെ മദ്യപിച്ചിരുന്നു എന്നറിയാം. പക്ഷെ അവിടെ പോലും അച്ഛൻ വളരെ ലിമിറ്റഡ് ആയിരുന്നു എന്ന് ക്യാമറ വേണിച്ചേട്ടനൊക്കെ പറഞ്ഞ്, പുള്ളി 2-3 കഴിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് വോമിറ്റിംഗ് സെൻസേഷൻ വരുമായിരുന്നു, അതുകൊണ്ട് പുള്ളി അധികം കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും കുപ്പിയൊക്കെ കൊണ്ടുവരും ഈ കോംപ്ലിമെൻ്റായിട്ട്. ഇപ്പോൾ ജയറാമോ അശോകൻ ചേട്ടനൊക്കെ ഇങ്ങനെ അപ്പോൾ പറയും വീട്ടിൽ കൊണ്ടുവരും, പറയും വീട്ടിൽ കയറ്റരുത്, അങ്ങ് ഫ്ലാറ്റിൽ കൊണ്ടുപോയി. അച്ഛൻ്റെ ഒരു ഇപ്പോഴും ഉണ്ട് ആ ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതെ, അച്ഛൻ എഴുതുന്ന സ്ഥലം അവിടെയായിരുന്നു. അപ്പോൾ അവിടെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിട്ടുള്ള ജോഷി മാത്യു, അദ്ദേഹമൊക്കെ തന്നെയായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. വേണിച്ചേട്ടനൊക്കെയാണ് സ്ഥിരം അവിടെ ഇരിക്കുന്നത്. അതൊക്കെ ഞങ്ങളല്ലേ കുടിച്ചു തീർത്തതെന്ന് അവർ പറയും. പപ്പേട്ടൻ വന്ന് 1-2 കഴിക്കും, അത് കഴിഞ്ഞ് പുള്ളി അങ്ങ് വേണ്ടെന്ന് പറഞ്ഞ് നിർത്തും. ഇതാണ്. പക്ഷെ ഭയങ്കര പുകവലിയായിരുന്നു അത്. വളരെ ചെറുപ്പം തൊട്ട് ആ പുകവലി തുടങ്ങുന്നതും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഉണ്ണിമേനോനാണ് പഠിപ്പിക്കുന്നത്, നമ്മുടെ തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ. എന്നിട്ട് അദ്ദേഹം അച്ഛൻ പറഞ്ഞ് നിർത്തി. അദ്ദേഹം ആ പുകവലി നിർത്താൻ കാരണം കോളം സമുദ്രയിരിക്കുമ്പോൾ ഒരു ദിവസം ഇത് നിർത്തണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ നിർത്തിച്ചു. അദ്ദേഹം പുകവലി നിർത്തി, പിന്നെ തൊട്ടിട്ടില്ല. പക്ഷെ അച്ഛൻ വീണ്ടും തുടർന്നു. അച്ഛൻ അന്ന് ഒരു ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ പുറത്ത് കുറച്ച് കാലം നിർത്തിയിരുന്നു. അത് ഈ മരണത്തിന് ഒരു 6 മാസം മുമ്പ് പൂർണ്ണമായിട്ടും പുകവലി നിർത്തിയിരുന്നു. പക്ഷെ അത് വീണ്ടും ഗന്ധർവൻ്റെ ഒരു സംഘർഷമായതുകൊണ്ടായിരിക്കാം വീണ്ടും വലിയിലേക്ക് പതുക്കെ പോയിരുന്നു. അതാണ്.